തൃശ്ശൂർ വെങ്കിടങ്ങിൽ ഇങ്ങനൊരു നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആ ക്ഷേത്രം ഒന്ന് കാണണം തോന്നി. ഈ ഒരു ക്ഷേത്രത്തിന് 1000 വർഷത്തിലേറെ പഴക്കമുണ്ടത്ര. മനോഹരമായ പഴയ ക്ഷേത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടക്ക് അഭിമുഖമായിട്ട് നല്ലൊരു ക്ഷേത്രക്കുളമുണ്ട്. പണ്ട് മഴക്കാലമായാൽ അമ്പലക്കുളത്തിൽ പോയിട്ട് കുളിക്കലൊക്കെ പതിവാണ്. ഇന്നിപ്പോൾ ക്ഷേത്രക്കുളത്തിലൊക്കെ ഇറങ്ങാമെന്ന് പറയണ തന്നെ പലപ്പോഴും ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ദീപുവിനോടും അമ്മോടും വല്യമ്മോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് ലിതിയാണ്. അവളയച്ച ഒരു വാട്സപ്പ് മെസ്സേജിലാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനിടയത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 15 മുതൽ 18 വരെ മഹാനരസിംഹയജ്ഞം നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. മാത്രമല്ല വല്യമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, അവിടെ തൊഴുക, അവിടുത്തെ പ്രസാദോട്ട് കഴിക്കുക, അവിടുത്തെ പ്രഭാഷണം കേൾക്കുക. ഇതൊക്കെ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഇവിടെ പ്രസാദോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇനി പ്രസാദോട്ടിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ കിണ്ണത്തിലാണ് പ്രസാദോട്ട് കൊടുക്കുന്നത്. ചോറ്, ഒഴിച്ചു കൂട്ടം മോരുകറി, അതിൻ്റെ ഒപ്പം നമ്മുടെ ഫേവറേറ്റ് പയറുകറി, നാരങ്ങച്ചാറും പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രസാദോട്ടായിരുന്നു. ഇവിടുത്തെ മോരുകറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ദീപുവിനും മോരുകറി വളരെ ഇഷ്ടമായിട്ട്. പയറുകറി പിന്നെ പറയണ്ടല്ലോ, അതെൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ കോർളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രസാദോട്ടൊക്കെ കഴിച്ച് വളരെ സംതൃപ്തിയോടെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരം ലിതിയോടും ഫാമിലിയോടൊക്കെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ബായൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമായി. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. നാളത്തോടു കൂടി, അതായത് ഓഗസ്റ്റ് 18 ഞായറാഴ്ചയോടു കൂടി ഇവിടുത്തെ യജ്ഞം അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നാളെ കൂടി അവസരം ഉണ്ടായിരിക്കും. ഇനി അഥവാ യജ്ഞത്തിൽ പങ്കെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാം. കേരളത്തിലുള്ള ഇങ്ങനത്തെ പഴയ ക്ഷേത്രങ്ങൾ കാണാമെന്നൊക്കെ പറയണത് ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.